ഈ ഒരു PCOD സിംറ്റംസിനെ ആയാലും സ്ത്രീകളിൽ കണ്ടുവരുന്ന വെയിറ്റ് ഗെയിൻ ഇതുമൂലം ഉണ്ടാവുന്ന പല മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം? എക്സസൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് നമ്മുടെ 4 പില്ലേഴ്സിലൊന്നാണ്. മെയിനായിട്ടൊരു പില്ലറാണ് എക്സസൈസ്. എക്സസൈസ് ശ്വേത നേരത്തെ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ്റെ അളവ് കൂടുകയും പക്ഷെ അത് ഉപയോഗിക്കാതിരിക്കുന്ന സിറ്റുവേഷൻ ആണല്ലോ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇത് കുറയ്ക്കാനായിട്ട് എക്സസൈസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ, അതായത് വെയിറ്റ് ഇൻക്രീസ് ആയിട്ടുള്ള ആൾക്കാരിൽ വെയിറ്റ് കുറയ്ക്കാനും പിന്നെ ഒരു നോർമൽ ബോഡി മാസ് ഇൻഡെക്സ്, അതായത് BMI മെയിൻറ്റെയിൻ ചെയ്യാനും എക്സസൈസ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ പലർക്കും അറിയാത്ത ഒരു ബെനിഫിറ്റാണ് എക്സസൈസിൻ്റെ ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ കാണുന്ന അല്ലെങ്കിൽ പുരുഷ ഹോർമോണിനെയാണ് ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഈ ഒരു ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവലിനെ കുറയ്ക്കാനായിട്ട് എക്സസൈസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? വെയിറ്റ് കുറയും. അത് മാത്രമല്ല, മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത്, മീശ, താടി പോലുള്ള ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു രോമ വളർച്ചയെ കുറയ്ക്കാനായിട്ട് എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആൻഡ്രോജൻസ് കൂടുതൽ കാരണം ഉണ്ടാവുന്ന ഹെയർ ലോസ്, മുടി കൊഴിച്ചിൽ ഇതിന് കാരണം കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ആക്നെ, മുഖക്കുരുവിനെ കുറയ്ക്കാനായിട്ടും ഈ എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സസൈസിൽ അറിയാം, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ബോഡിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സെറട്ടോണിൻസ്, എൻഡോർഫിൻസ് പോലുള്ള ഹാപ്പി ഹോർമോൺസ്. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം സ്ട്രെസ് റിഡക്ഷന് എക്സസൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ ഉറക്കത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാനും എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.